ഇസ്താംബുൾ ജോർജിയയിലാണ്. നല്ല മഞ്ഞുമലകളൊക്കെ എല്ലാവരും തണുത്ത ഐസായി നിൽക്കണ്. ഇതാ അൻവറൊക്കെ ചിരിക്കണുള്ളൂ. ആകെ വിഷയായി. ബാക്കിൽ എന്ത് ഭംഗി ഐസതാ കാണുന്നിട്ട് നമ്മള് ആ വൈറ്റ് ഇതാ കാണുന്ന ആ വൈറ്റ് ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലട്ടാ. മഞ്ഞ് ഇങ്ങനെ ആയി തുടങ്ങുന്ന ഒരു ഭാഗമാണ് ജോർജിയന്റെ. അപ്പോൾ തണുപ്പ് ഉണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മളത് എടുത്ത് വെച്ചിട്ട് ഇതാ ഭയങ്കര നമ്മുടെ ടീമൊക്കെ മുഴുവൻ ഫോട്ടോഷൂട്ടിലും എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന. ഇവിടെ ഭയങ്കര ഒരു ഡാമുണ്ട് കേട്ടോ. ഡാമിൻ്റെ പിറകതാ. വാവ്, നമ്മുടെ ടീമൊക്കെ ഫുള്ള് ഫോട്ടോഷൂട്ടിലാണ്. ജിസുവായൊക്കെ ഫുൾ പവറിലാണ്. Tell them that we will be there after half an hour, so you please prepare these like this, okay? Only Georgian and Indian. That's all. നമ്മള് ഇവിടെ വീണ്ടും ഒരു മൊണാസ്ട്രി കാണാൻ വന്നതാണ്. ഒരു അതിപുരാതന മൊണാസ്ട്രി. കണ്ടിട്ടില്ല. ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ്. പക്ഷെ ഇതിന് നല്ല ഭംഗിയുള്ള ഫ്രെയിമുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇതിനപ്പുറത്ത് ഒരു നദി ഇങ്ങനെ ഐസായിരിക്കുന്ന സംഭവമാണ്. ഹലോ ഗൈസ്, ഇത് വെള്ളം 2 കളറാവുന്നതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ സീസൺ അല്ലാത്തതുകൊണ്ട് അത് നിർത്താനായിട്ട് കിട്ടുന്നില്ല. നല്ല ഫുള്ള് കംപ്ലീറ്റ് എല്ലായിടും മഞ്ഞായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഇറങ്ങിയതൊക്കെ വളരെ കുറവുള്ളായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു മഞ്ഞുകാലത്തേക്ക് നമ്മൾ ശരിക്കും ഇങ്ങോട്ട് എത്തി തുടങ്ങി. ഇവിടെ നിറ വാട്ടർ 2 കളറാവുന്നതാണ് ഇവർ പറയുന്നത്. സീസണിൽ ശരിക്കും അത് വ്യക്തമാവും. ഇവിടെ കണ്ടാവും ബ്ലൂ കളറ്, ഇത് ഇപ്പുറത്ത് ബ്ലാക്ക്, അപ്പുറത്തെ വെള്ളം ബ്ലാക്ക്. അപ്പോൾ ഇതിങ്ങനെ 2 ലെയറായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഒടിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇങ്ങനെയൊക്കെ വരും സീസണുകളിൽ. പക്ഷേ നല്ല ഭംഗിയായിട്ട് ഈ മഞ്ഞിങ്ങനെ പൊതിച്ച് കിടക്കുന്ന കണ്ടിട്ട്. പക്ഷേ ഇവിടുത്തെ നിത്യജീവിതം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഐസൊക്കെ നല്ല സ്കിപ്പാവുന്നൊരു പ്രശ്നമുണ്ട്. പലരും വഴുക്കി വീഴുന്നുണ്ട്. ബൂട്ടിട്ടിട്ടും നല്ല കെയർഫുള്ളി ശ്രദ്ധിക്കണം. സെറ്റ് എന്താ ഭംഗി. ഐസ് ഇങ്ങനെ തുള്ളുമ്പണ ഐസ് കണ്ടോളിങ്ങള്. പക്ഷേ ഐസ് ഭയങ്കര ഹാർഡാണ്. വീണ് ഇത് നല്ല ഐസായിട്ടുണ്ട്. ഇത് വീണ് സ്ലിപ്പായി വീണാൽ നല്ല പരിക്ക് പറ്റും. നമ്മുടെ ടീമൊക്കെ ഫുള്ള് ഫോട്ടോ. അൻവറൊക്കെ ഫോട്ടോന്റെ ആശാന്. എന്താ ഷബീബിന്റെ ദിവസമാണ് ഇന്ന്. ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട. വാവ്, കേട്ടോ ഐസ് പെയ്യുന്നോ. എല്ലാരും മഞ്ഞുകൊള്ളേ. ഓ സൂപ്പർ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുക. സോ വാട്ട് എ ബ്യൂട്ടി. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ജോർജിയാണെന്ന് ഞാൻ ഇപ്പൊ പറയൂ. എന്താണ് ഒന്നും പറയല്ല. ഞങ്ങൾ റെസ്റ്റോറൻറ്റിക്ക് പോവാണ്. സുമയ എന്തൊക്കെയാ തള്ളുണ്ട്. ഷാരും കാര്യമാക്കട്ട. സുമയ്യാൻ ഇവിടെ ആരും വിശ്വസിക്കരുത്. അതൊരു ഭംഗി പഠിച്ചോനെ. റൂഫുകളൊക്കെ ഉണ്ടാവും. അല്ല ഐസ്ക്രീം ഒഴിച്ച മാതിരി എല്ലാ സ്ഥലവും. സംഭവം കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇവിടുത്തെ ഡെയിലി ലൈഫ് കോംപ്ലിക്കേറ്റഡ്. Too much visibility. Too much ice. Too much temperature. Too much problem. Too much snow. ഇത് too much problem. Too much ice. Too much snow. Too much. അടിപൊളി സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ നിൽക്കട്ടാ. ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മഞ്ഞാണ്. ബാക്ക്ഗ്രൗണ്ട് സൂപ്പറല്ല. മക്കളെ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടാ. ഇതിന് ഫോക്കസ്. ഓക്കെ, അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഫുഡൊക്കെ തരുന്നത്. ഫുൾ ടീം ഒരേ വിട്ട്. ഹലോ ഗൈസ്, നമ്മളിതാ ഇപ്പൊ സ്നോയിലുള്ള കളികളാണ് കുറച്ച് ബാക്കി. കണ്ട
അല്ല കൈ നല്ല തണുപ്പാണ്. ഓ മൈ ഗോഡ്, നോക്ക് ഇത് ഭംഗി കാണാൻ. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈ ഗ്ലൗ ഇട്ടിട്ടില്ല കാരണം ഐസ് തട്ടി നനയാണ്. അപ്പം ഞാൻ തൽക്കാലം ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓ ഇവിടെ ഐസിൻ്റെ ഒരു മല. അമ്മേ റിസ്ക് എടുക്കണ്ട. ഓ നോക്കൂ. ഇവിടെ ടേബിളൊക്കെ കണ്ട. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോ ദിവസം ഇവരെ ആവശ്യത്തിനുള്ള മഞ്ഞ് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇവർക്ക് അന്നത്തെ കാര്യങ്ങൾ നടത്താൻ. നല്ല തണുപ്പാണ് ഗൈസ്. ഓ ഭയങ്കര ഐസ്, പക്ഷെ ഭയങ്കര രസം കേട്ടോ മഞ്ഞ്. സംഭവം കുറച്ച് സമയം എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസം. കൂടുതൽ സമയം കഴിയില്ല, സത്യമാണ്. ഭയങ്കര ഒരു ഭംഗിയുള്ള സ്ഥലം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ. വാവ്, നമ്മൾ നേരത്തെ കാണിച്ച ഒരു ചർച്ച്. പിന്നെ നോക്ക് ഐസൊക്കെ അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് താഴ്ന്നു പോകുന്നുണ്ട്. റിസ്ക് എടുക്കണ്ട. ഇവിടെ എല്ലാവരും ആറാടുകയാണ് ഗൈസ്. നല്ല എല്ലാവരും എൻജോയ് ചെയ്യണം ഐസിൽ ഗെയിം കളിച്ചിട്ട്. മക്കളെ കാണാൻ പറ്റുന്നവർക്ക് ഐസ് പോയി കണ്ടോളി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. കാണണം, എല്ലാവരും കാണിക്കണം. പറ്റുന്നവരൊക്കെ ഐസ് കണ്ടിട്ട് ആറാടി. ഇങ്ങനെ നടന്ന് പോട്ടെ. ഐസുള്ളടത്ത് കൂടുതൽ ഐസും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ. ഇവിടെ കപ്പിൾസൊക്കെ ഇതാ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടാ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. കണ്ടോ, നല്ലൊരു നമ്മൾ ഈ ചിത്രകഥകളിലും ആനിമേഷനിലൊക്കെ കാണുന്ന സീനുകൾ. നമ്മൾ ഐസിൻ്റെ ഉള്ളിൽ കണ്ട് ഇടിച്ച് കയറാൻ പോണ്. ഓക്കെ, എല്ലാവരും റെഡി ചെയ്യുന്നോ? ഇപ്പം കിട്ടുന്നുണ്ടാ? അയ്യോ വീണ്ടും ഐസോട് ഐസ്. ഇവിടെ നിന്ന് ജീവിക്കാൻ വയ്യ ഐസില്. നമ്മളായിട്ട് വീണാൽ ഐസിക്ക് നമ്മുടെ ഐസിലേക്ക് ചാടി കയറാൻ നിൽക്കണ്. അപ്പോൾ നമ്മളെ മഞ്ഞിലേക്കുള്ള ചാട്ടം ഓൾമോസ്റ്റ് നമ്മൾ കിട്ടി. അയ്യോ നല്ല തണുപ്പ്, അടിപൊളി. എല്ലാവരും അവിടെ ഐസിൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കണേ. ഇത് താഴേക്ക് പോകുന്നുണ്ട് കേട്ടാ. ഇവിടെ ഒരു സ്കൂൾ ബസ്സിന്റെ മുകളിൽ കണ്ട പഠിച്ചോനെ. തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഇതാ മഞ്ഞ്, വെങ്ങും മഞ്ഞ്, എന്തോ ഭംഗി. ഒരു സ്കൂൾ ബസ്സൊക്കെ മൂടിക്കണ്ട. ഓ ഗായ്സ്, ഇവിടുത്തെ സിറ്റിയാണ് ബാക്കിൽ അവിടെ കാണുന്നത്. കണ്ട മേലെ ഗായ്സ് ഐസ് എക്സ്പ്ലോറിങ്. അൺബിലീവബിൾ എക്സ്പീരിയൻസ് ഹിയർ ഇൻ ജോർജിയ. നല്ല സ്നോ ആയി ഗായ്സ്. നമ്മളെ വന്നിറങ്ങിയതിനേക്കാൾ സ്നോ ആയി. നോക്ക്, ഇത് ഞാൻ ഐസിൽ കുത്തി പറഞ്ഞ ഐസാണ്. നോക്ക്, ഓ വാവ്, സൂപ്പർ. എല്ലാവരും ഇതാ കയറി വരികയാണ്. ഈവനിങ് ആണ്. നമ്മളോട് ഐസ് സ്നോ വീണിട്ട് റോഡ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോവാണ്. താല്പര്യമൊന്നുമില്ല, എന്നാലും പോവാണ്. ബട്ട് ഗൈസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിവിടെ ധാണി വാങ്ങാൻ നിർത്തിയതാണ്. കണ്ട റോഡൊക്കെ ഐസ് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത്. ദിവസം നമ്മുടെ ഐസ് കൂടും. വൈകുന്നേരം ആയിക്കോട്ടെ നമ്മളോട്. ഓ ചെവി പൊളിഞ്ഞ്. വൈകുന്നേരം ആയാലും വേഗം പോയാൽ തിരിച്ചെത്താന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ യാത്ര ഓൾമോസ്റ്റ് ഇവിടെ തീരുകയാണ്. അപ്പം കണ്ടില്ലേ ഐസ്, നമ്മൾ കാണുന്ന പോലെ ഐസ് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് വീണ്ടും റിസ്ക്കാണ്. കാരണം എന്നും ഈ വഴി ക്ലീൻ ആക്കിയിട്ടാണ് ഇവർക്ക് വണ്ടി എടുക്കാൻ. അതൊരു ടാസ്ക് തന്നെ. ഇവിടെ JCB പോലുള്ള വണ്ടി ഇങ്ങനെ കണ്ട് നമ്മളിടക്ക് അവർക്കത് വന്നിട്ട് കോരി ഇട്ടിട്ട് വേണം വണ്ടി ഓടാൻ. ഇങ്ങനത്തെ പ്രശ്നമൊന്നും നമുക്കില്ല. രണ്ട് കുഴിയൊക്കെ തന്നെ ഉള്ളൂ. അത് നമ്മൾ നന്നാക്കുന്നില്ല, അത് വേറെ വിഷയം. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആളുകൾ താമസിക്കുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും പല കാലാവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ജീവിക്കാൻ മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞു. ഇത് ജോർജിയൻ്റെ ഒരു ചില ഭാഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ കുറേ ഭാഗങ്ങൾ ഐസ് മാത്രമായി കണ്ട് ഇതുപോലെ.
അത് ഇതാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഇതുപോലെ കുറേ ഭാഗങ്ങൾ നമ്മൾ കണ്ട്. കണ്ട ഈ ഐസ് ഇങ്ങനെ കോരിയിട്ട് ഇത് കുറച്ചും കൂടി ഹാർഡ് ആയിക്കണം ചില ഭാഗങ്ങളിൽ. ഇതൊക്കെ ഇപ്പോൾ പുതിയ തന്നെയാണ്, പക്ഷേ ചളിയുണ്ട്. ഇത് കോരിട്ടതാണ്. ഇതിൻ്റെ താഴേക്ക് പോകുമ്പോൾ ലെയർ കട്ടി കൂടി ഇങ്ങനെ വരും. അപ്പോൾ അത് എന്നിട്ട് ഈ ചളിയും കൂടി ആകുമ്പോൾ അതിനൊരു ഭംഗിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ. നമ്മൾ ആൻഡ്രൂ ഭായി നല്ല അടിപൊളി أتمنى أكثر من كده.